ktet വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് സൈക്കോളജിയുടെ കുറച്ച് ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതായത് ഇന്ന് എക്സാമിന് പോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു ക്ലാസ്സാണ്. നേരെ ക്ലാസ്സിലോട്ട് പോകാം. വിച്ച് among the following is not a secondary sexual characteristics in females? Option A, hip becomes wider. Option B, bodily fat increases. Option C, Adam's apple development. Option D, enlargement of mammary gland. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി ആണ്. ആഡംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ് ആണ്. ദ സ്പൈറൽ കരിക്കുലം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി പാവ്ലോവ്. കറക്റ്റ് ഓപ്ഷൻ ബി ബ്രൂണർ ആണ്. ദ ലോ നെക്സ്റ്റ് റെമഡിയൽ ടീച്ചിങ് പ്രൊസീഡ്സ്. ഓപ്ഷൻ എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഫോർമാറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി CCE. ഓപ്ഷൻ എ ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആഹാ മൊമെൻറ്റ്? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ, വെരിഫിക്കേഷൻ. ഏതാണ് വരുന്നത്? അത് ഓപ്ഷൻ സി ആണ്, ഇല്ലുമിനേഷൻ ആണ്. ഇവിടെ ക്രിയേറ്റിവിറ്റിയുടെ 4 സ്റ്റേജാണ് കൊടുത്തിട്ടുള്ളത്. ആ 4 സ്റ്റേജും ആ ഓർഡറിൽ തന്നെ പഠിക്കുക. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ, വെരിഫിക്കേഷൻ. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറി കൊണ്ടുവന്നത് ടോറൻസ് ആണ്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി അളക്കാനുള്ള ആ ഒരു ടെസ്റ്റും ആ ടോറൻസ് ടെസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഈ ചൈൽഡ്സ് uncontrollable and irrational fear of seeing a cat can be explained by option E social learning, option B operant conditioning, option C classical conditioning, option D none of the above. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. നെക്സ്റ്റ്, എ സ്റ്റുഡൻറ്റ് വർക്ക് ഹാർഡ് in a school to get a bicycle offered by his father for his good grades in an example of. അതേതാണ്? ഓപ്ഷൻ ഡി ആണ്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? പുറത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനമോ കാര്യങ്ങളോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് പുറത്തു നിന്ന് കിട്ടുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. അതേസമയം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും. അതുപോലെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ തിയറി ആരുടേതാണെന്ന് ചോദിച്ചാൽ മക്ലെലാൻഡ് ആണ്. അതും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മോട്ടിവേഷനെ നീഡ് തിയറി കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് അബ്രഹാം മാസ്ലോ ആണ്. ഇനിയും മാറിപ്പോകരുത്. നെക്സ്റ്റ്, ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ദ മീനിങ്ഫുൾ ഇൻറ്റഗ്രേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് പ്രീവിയസ്ലി സ്റ്റഡീഡ് മെറ്റീരിയൽ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒസബൽ ആണ്. ഒസബൽ ആണ് അങ്ങനെ പറഞ്ഞത്. അതായത് പ്രീവിയസ് ലേൺഡ് മെറ്റീരിയൽസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത തിയറി ആരുതാണെന്ന് ചോദിച്ചാൽ അത് ഒസബലിൻ്റെ തിയറിയാണ്. ഒസബലിൻ്റെ തിയറി അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ഏത്? മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ഒസബലാണ്. അതുപോലെ തന്നെ അഡ്വാൻസ് ഓർഗനൈസേഴ്സ് കൊണ്ടുവന്നത് ഒസബലാണ്. അതുപോലെ റിസപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്ന ലേണിംഗ് കൊണ്ടുവന്നതും ഒസബലാണ്. നെക്സ്റ്റ്, ഇൻറ്റഗ്രേഷൻ ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ഒക്കേഴ്സ് ഇൻ ഓപ്ഷൻ എ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ്, ഓപ്ഷൻ ബി ഫോർമാറ്റീവ് അസസ്മെൻറ്റ്, ഓപ്ഷൻ സി സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ഓപ്ഷൻ ഡി സെൽഫ് അസസ്മെൻറ്റ്. ഇൻറ്റഗ്രേഷൻ ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ഒക്കേഴ്സ് എവിടെയാണ്? ഓപ്ഷൻ ബി ഫോർമാറ്റീവ് അസസ്മെൻറ്റിലാണ് ഇൻറ്റഗ്രേഷൻ ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ലേണിംഗ് നടക്കുന്നത്. നെക്സ്റ്റ്, എ സ്ലോ ലേണർ ഹാസ് ഓപ്ഷൻ എ ആവറേജ് ഇൻ്റലിജൻസ്, ഓപ്ഷൻ ബി ബിലോ ആവറേജ്, ഓപ്ഷൻ സി എബോ ആവറേജ്, ഓപ്ഷൻ ഡി ഹൈ ആവറേജ്. ഏതാണ്? ബിലോ ആവറേജ് ആണ്. നെക്സ്റ്റ്, ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ എ കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം. ഏതാണ്? ഇൻസ്ട്രക്ടർ, മോഡറേറ്റർ, ഫെസിലിറ്റേറ്റർ, ട്രെയിനർ. ഏതാണ്? ഓപ്ഷൻ സി ഫെസിലിറ്റേറ്റർ ആണ്. യൂസിങ് ബ്രെയിൻ സ്റ്റോം effectively is a teacher-centered approach. Option B learner-centered, option C behavioristic approach, option D subject-centered. ഏതാണ് വരുന്നത്?
ഓപ്ഷൻ ബി ആണ്, ലേണർ സെൻറ്റേർഡ് അപ്രോച്ചാണ്. നെക്സ്റ്റ്, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് ദ ഫീച്ചർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ്, ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച്, സെഗ്രിഗേഷൻ, ഹോളിസ്റ്റിക്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. സെഗ്രിഗേഷൻ ഏതിൽ വരുന്നില്ല? ഇൻക്ലൂഷനിൽ വരുന്നില്ല. നെക്സ്റ്റ്, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ പയനിയർ ഇൻ ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് അഡോളസൻസ്? ജീൻ പിയാഷെ, സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക്സൺ, സ്റ്റെയിൻലി ഹോൾ. ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സ്റ്റെയിൻലി ഹോൾ ആണ്. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് പെയർ ഈസ് ഇൻകറക്റ്റ്? ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഗാഗ്നെ, സ്കിന്നർ, ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്. ഓപ്ഷൻ സി, പസിൽ ബോക്സ്, തോണ്ടേക്ക്, കർട്ട് ലെവിൻ, ഡിസ്കവറി ലേണിംഗ്. ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? അത് ഓപ്ഷൻ ഡി ആണ്, കർട്ട് ലെവിൻ ഡിസ്കവറി ലേണിംഗ് അല്ല. കർട്ട് ലെവിൻ ഏതാണ് വരുന്നത്? കർട്ട് ലെവിൻ വരുന്നത് ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറിയാണ്, അതുപോലെ ടോപ്പോളജിക്കൽ സൈക്കോളജിയാണ്. പക്ഷേ ഡിസ്കവറി ലേണിംഗ് വരുന്നത് ആരാണ്? അത് ബ്രൂണറാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ദ ടേം സ്പോണ്ടേനിയസ് റിക്കവറി റിലേറ്റ്സ് വിത്ത് ഓപ്പറേറ്റ് കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, കോഗ്നിറ്റീവ് ലേണിംഗ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. നെക്സ്റ്റ്, പ്രിപ്പയറിംഗ് എക്സലൻറ്റ് ലെസൺ പ്ലാൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, ഓർഗനൈസേഷണൽ സ്കില്ല്, ഡിസിപ്ലിൻ സ്കില്ല്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഓർഗനൈസേഷണൽ സ്കില്ലാണ്. നെക്സ്റ്റ്, സീറോ റിജക്ഷൻ പോളിസി ഈസ് കണക്റ്റഡ് വിത്ത്? ഓപ്ഷൻ എ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി, ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ്. ഏതാണ് സീറോ റിജക്ഷൻ പോളിസി? അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഹു എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഓഫ് ലേണിംഗ്? ബ്രൂണർ, പിയാഷെ, വൈഗോട്സ്കി, തോണ്ടേക്ക്. ആരാണ്? ഓപ്ഷൻ ഡി, തോണ്ടേക്ക് ആണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ വരാത്ത ആൾ. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. ദ ടേം മൈക്രോ ടീച്ചിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സ്കിന്നർ, ഡ്വൈറ്റ് ഡബ്ല്യു അലൻ, കർട്ട് ലെവിൻ, റോബർട്ട് സ്റ്റേൺബർഗ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഡ്വൈറ്റ് ഡബ്ല്യു അലൻ ആണ്. നെക്സ്റ്റ്, a student in your class avoids every opportunity for writing and drawing because he has a problem of mirror writing. This may be due to option A, dyspraxia, option B, dyslexia, option C, dyscalculia, option D, dysgraphia. ഏതാണ്? അത് dysgraphia ആണ്. ഓക്കെ. Next question, which of the following is not a defense mechanism? Option A, generalization, option B, projection, option C, aggression, option D, reaction formation. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ജനറലൈസേഷൻ ആണ്. ബാക്കി മൂന്നും ഏതാണ്? ഡിഫൻസ് മെക്കാനിസംസ് ആണ്. നെക്സ്റ്റ്, ദ തിയറി ഇസ് അസോസിയേറ്റഡ് വിത്ത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഏതാണ്? ജെറോമിസ് ബ്രൂണർ, ഡേവിഡ് ഒസിബൽ, ജീൻ പിയാഷെ, ലേ വൈഗോട്സ്കി. കറക്റ്റ് ഓപ്ഷൻ എ ആണ്, ജെറോമിസ് ബ്രൂണർ ആണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഫ്രൂയിഡ് ദ സ്ട്രക്ചർ ഓഫ് സൈക്ക് ആർ? ഓപ്ഷൻ എ, ഈഗോ, ഇത് ആൻഡ് സൂപ്പർ ഈഗോ. ഓപ്ഷൻ ബി, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ്. ഓപ്ഷൻ സി, ഓറൽ, അനൽ ആൻഡ് ഫാലിക്. ഓപ്ഷൻ ഡി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഏതാണ് സ്ട്രക്ചർ ഓഫ് സൈക്ക്? ഏതാണ് വരുന്നത്? അത് ഓപ്ഷൻ എ ആണ്, ഈഗോ, ഇത് ആൻഡ് സൂപ്പർ ഈഗോ ആണ്. നെക്സ്റ്റ്, സെലക്ട് ദ പേഴ്സണാലിറ്റി ട്രേറ്റ് പുട്ട് ഫോർവേഡഡ് ബൈ ആൾപോർട്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, കോഗ്നിറ്റീവ്, ഇമോഷണൽ, സൈക്കോളജിക്കൽ, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. ഏതാണ് വരുന്നത്? കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി ആണ്. The name William Stern is closely associated with option A, emotional quotient, multiple intelligence, intelligence test, intelligence quotient. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ്. നെക്സ്റ്റ്, കോൾബർഗ് പ്രപ്പോസ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ്? ഓപ്ഷൻ എ, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ബി, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി, മോറൽ ഡെവലപ്മെൻറ്റ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മോറൽ ഡെവലപ്മെൻറ്റ് ആണ്. അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി റീ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ഫിസിയോളജിക്കൽ നീഡ്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. ഓപ്ഷൻ ഡി. അതുപോലെ സെൽഫ് എസ്റ്റീം നീഡ്, സേഫ്റ്റി നീഡ്, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം? ആദ്യം എ കൊടുക്കാം, അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്,
ഓക്കെ, ഏറ്റവും ഉയർന്ന നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. നേരെ തിരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഓപ്ഷനിൽ ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പം ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നുണ്ട്. അതുപോലെ അതിനുശേഷം ഏതാണ് വരുന്നത്? സെൽഫ് എസ്റ്റീം നീഡാണ്. പിന്നെ ഡി വരാം. ശേഷം സി ആണ് വരുന്നത്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് ആണ്. അതിനുശേഷം ഏതാണ്? അതിനുശേഷം സേഫ്റ്റി നീഡ്. ഏറ്റവും അവസാനം വരുന്നത് ഏതാണ്? ബി. ഓക്കെ, ഏതാണ്? നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ഓർഡർ വെച്ച് നോക്കുമ്പോൾ അതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. നേരെ തിരിച്ചും നമുക്ക് എന്താണ് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു താഴെ മുതൽ മുകളിലേക്ക് എന്ന ഓർഡറിലേക്ക് ബേസിക് നീഡിൽ നിന്ന് ഹയർ ഓർഡറിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇതിൽ ഇങ്ങനെയാണ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് IEP ഇൻ ഇൻക്ലൂസീവ് സെറ്റപ്പ്. Option A, individualized education program. Option B, individualized evaluation program. Option C, individualized education plan. Option D, individualized education portfolio. Correct option, option C ആണ്. Individualized education plan ആണ് IEP. Individualized education plan ആണ് IEP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. Choose the most suitable combination from the following for the statement learning disabled children usually have. Option A, disorders of attention. Option B, poor intelligence. Option C, poor time and space orientation. Option D, perceptual disorders. Option A, B, C only. Option B, A, B, D only. Option C, A, C, D only. Option D, B, C, D only. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. സി ആണ് വരുന്നത്. ACD ഓൺലി എന്നുള്ളതാണ്. ഏതാണ്? ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ, അതുപോലെ പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയൻറ്റേഷൻ. ഓപ്ഷൻ ഡി. അതുപോലെ ഏതാണ്? പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ മേജർ ബെനിഫിറ്റ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് എക്സാം. കറക്റ്റ് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ്. ഓപ്ഷൻ ബി, ഇറ്റ് ക്രിയേറ്റ്സ് ആക്റ്റീവ് സ്റ്റുഡൻഷിപ്പ്. ഓപ്ഷൻ സി, ഇറ്റ് റെഡ്യൂസ് ആങ്സൈറ്റി. ഓപ്ഷൻ ഡി, ഇറ്റ് ക്രിയേറ്റ്സ് റീഡിംഗ് ഹാബിറ്റ്. കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ, ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ് എന്തിന് സഹായിക്കുന്നുണ്ട്? തിങ്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, select the person who stated adolescence is a period of stress and strain, storm and strife. Option A, Elizabeth Harlock. Option B, Erik Erikson. Option C, Piaget. Option D, Stanley Hall. Correct option, option D ആണ്. സ്റ്റെയിൻലി ഹോൾ ആണ് അഡോളസൻസിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ major common problem during adolescence. Option A, anxiety disorder. Option B, daydreaming. Option C, egocentrism. Option D, identity crisis. Correct option, option D ആണ്. identity crisis ആണ്. Next question. PWD Act established in the year. Option A, 1993. Option B, 1994. Option C, 1995. Option D, 1996. കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ്. 1995 PWD ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ നെയിം ഹു പുട്ട് ഫോർവേഡഡ് ദ കോൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ. ഓപ്ഷൻ എ, ഗാർഡനർ. ഓപ്ഷൻ ബി, ബ്രൂണർ. ഓപ്ഷൻ സി, പിയാഷെ. ഓപ്ഷൻ ഡി, ഒസ്സെബൽ. അഡ്വാൻസ് ഓർഗനൈസർ കൊണ്ടുവന്നത് ഓപ്ഷൻ ഡി, ഡേവിഡ് ഒസ്സെബൽ ആണ്. ഓക്കെ, ഡേവിഡ് ഒസ്സെബൽ ആണ് അഡ്വാൻസ് ഓർഗനൈസർ കൊണ്ടുവന്നത്. Next, one should have constant practice in what has once been learned. This indicates. Option A, law of readiness. Option B, law of disuse. Option C, law of use. Option D, law of effect. Correct option, option C ആണ്. law of use ആണ്. ഓക്കെ, law of use ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. Next, as a teacher, what action will you take to help a student having speech defect? Option A, help the student by supplying the words the student is trying to say. Option B, give the student word drill on the words on which he or she stutters.
Option C, ensure the help of the other students in correction process. Option D, provide special situations in which the students' confidence is built up. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽറ്റ് അപ്പ്. Next question. Mainstreaming in inclusive education means progressively including and maintaining exceptional students. Option B, clustering students with high achievement. Option C, clustering students with low achievement. Option D, none of this. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്. പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ് മെയിൻ സ്ട്രീമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question. Counselor plays an active role in clients' decision making by offering advice, guidance and recommendations. This type of counseling is known as option A, prescriptive counseling. Option B, permissive counseling. Option C, eclectic counseling. Option D, non-directive counseling. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്. പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഓക്കെ, ഏതാണ്? പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ability to think about thinking is known as option A, systematic thinking. Option B, metacognitive thinking. Option C, abstract thinking. Option D, introspection. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്. മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ് ആണ്. തിങ്കിങ് അബൌട്ട് തിങ്കിങ്. ഓക്കെ. നെക്സ്റ്റ്. അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ് ഫോർ ദാറ്റ് ബിഹേവിയർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു. ഓപ്ഷൻ എ, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓപ്ഷൻ ബി, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഓപ്ഷൻ സി, ഇൻസൈറ്റ് ലേണിംഗ്. ഓപ്ഷൻ ഡി, ഓപ്പറന്റ് കണ്ടീഷനിങ്. Association is made between a behavior and a consequence for that behavior. ഓക്കെ, ഒരു ബിഹേവിയറും അതിൻ്റെ ആ ഒരു ബിഹേവിയറിനുള്ള കോൺസിക്വൻസും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ഓപ്ഷൻ ഡി, ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term need for achievement is coined by option A, McClelland. Option B, Kurt Lewin. Option C, Abraham Maslow. Option D, Henry Murray. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഹെൻറി മുറേ ആണ് ദ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന ടേം ഫസ്റ്റായിട്ട് കോയിൻ ചെയ്തത്. നിങ്ങൾ മാറിപ്പോവരുത്, മക്ലെലാൻഡ് എഴുതരുത്. കറക്റ്റ് ഓപ്ഷൻ ഹെൻറി മുറേ ആണ് അങ്ങനെ ഒരു ടേം കൊണ്ടുവന്നത്. പക്ഷേ നീഡ് ഫോർ അച്ചീവ്മെൻറ്റുമായി ബന്ധപ്പെട്ട തിയറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് മക്ലെലാൻഡ് ആണ്. പക്ഷേ ഇവിടെ ടേം കൊണ്ടുവന്ന ആളെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഹെൻറി മുറേ ആണ്. ഇഫ് യുവർ സ്റ്റുഡൻറ്റ് ആസ്ക് യു എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇൻ ദ ക്ലാസ്, വാട്ട് വുഡ് യു ഡു? Advise to meet after the class. Option B, advise him to ask questions at the end of the class. Option C, encourage to ask more questions. Option D, encourage to search answers independently. Correct option option C ആണ്. encourage to ask more questions എന്നുള്ളതാണ്. Next, a 4-year-old child is dancing for getting candy from her mother. This is an example for option A, extrinsic motivation. Option B, achievement motivation. Option C, intrinsic motivation. Option D, physiological motivation. Correct option option A, extrinsic motivation. Next, a type of creative thinking in which one generates new solutions to problem is known as option A, lateral thinking. Option B, divergent thinking. Option C, convergent thinking. Option D, irrational thinking. Correct option option A, lateral thinking ആണ്. Option A, lateral thinking. 9th standard student Shyam fails to attain a predicted level of achievement or does not do well as expected. This is discrepancy between his academic potential and how he is performing in a school. Shyam can be termed as option A, low achiever. Option B, underachiever. Option C, intellectually challenged. Option D, differently abled.
Correct option. Option B, underachiever. Option B, underachiever. Next question. Select the correct and suitable statement for metacognition. Option A, thinking about how others think. Option B, thinking about how others think about me. Option C, thinking about how others feel. Option D, thinking about one's own thinking. Correct option. Option D, thinking about one's own thinking. Next, the major purpose of ICT integration in education is for option A, enhancing student involvement. Option B, to make friendly classroom environment. Option C, optimizing learning outcomes. Option D, to make teaching easy for teachers. Option C ആണ് optimizing learning outcomes ആണ്. Option C, optimizing learning outcomes. Next question. Life skills are behaviors that enable individual to adapt and deal effectively with the demands and challenges of life. Select the international organization who suggested 10 major life skills. UNESCO. Option B, UNICEF. Option C, WHO. Option D, WTO. Correct option. Option C, WHO. WHO. Develop and apply abstract thinking skills in adolescence is an example for option A, developmental hazard. Option B, developmental delay. Option C, developmental task. Option D, none of this. Correct option. Option C, developmental task. The type theory of personality is associated with option A, Sheldon. Option B, Alport. Option C, Freud. Option D, Cattell. Correct option. Option A, Sheldon. The type of conflict in which the goal of the individual has both positive valence of approximate equal intensity is known as option A, approach conflict. Option B, approach avoidance conflict. Option C, avoidance conflict. Option D, none of this. Correct option. Option A, approach conflict. Next question. Which age group is defined covered under juvenile delinquency? Option A, under 15. Option B, under 16. Option C, under 17. Option D, under 18. Correct option. Option D, under 18 ആണ്. Option D ആണ് correct. Next, select the psychologist who belongs to Gestalt school. Option A, Carl Rogers. Option B, Kurt Lewin. Option C, Carl Jung. Option D, Gordon Allport. Correct option. Option B, Kurt Lewin ആണ്. Option B, Kurt Lewin ആണ് correct. Next, Musa is having excellent ability in reasoning and finding logical relationship. This ability can be termed as option A, transitivity. Option B, consistency. Option C, conservation. Option D, seriation. Correct option. Option A, transitivity ആണ്. Option A, transitivity. ADHD can be properly diagnosed by using option A, interview method. Option B, sociometry. Option C, behavior rating scales. Option D, experimental method. Correct option. Option C, behavior rating scale ആണ്. Option C, behavior rating scale. Next, Peter Salovey and John Mayer is associated with option A, verbal intelligence. Option B, existential intelligence. Option C, emotional intelligence. Option D, social intelligence. Correct option. Option C, emotional intelligence. According to Freudian view, Oedipus complex and Electra complex arises during option A, anal stage. Option C, oral stage. Option C, phallic stage. Option D, latency stage. Correct option. Option C, phallic stage. Correct option. Option C, phallic stage. Next, guidance is a process of option A, giving advice to the child. Option B, teaching ethics to child, providing information to the child. Option D, assisting the child in making wise choice. Correct option. Option D, assisting the child in making wise choice.
Next, process involved in thinking, reasoning, judging, etc. is termed as option A, biological process, option C, cognitive process, option C, cognitive process, option D, psychomotor process. Correct option C, cognitive process. Next, success of inclusive education depends on option A, community support, option B, arrangement of classroom, option D, arrangement of learning materials, option D, attitude and approach of teachers. Correct option D, attitude and approach of teachers. Next, Ashwin is a high performer in gymnastics. According to Gardner's theory of multiple intelligence, which intelligence helps him to perform? Option A, existential, option B, bodily kinesthetic, option C, spiritual, option D, intrapersonal. Correct option B, bodily kinesthetic. Next, the major aim of CCE is option A, knowledge of the child, option B, school-based evaluation, option C, mapping changes in child's learning and development, option D, ensuring the emphasis in thought process and emphasis in memorization. Correct option C, mapping changes in child's learning and development. Next, 15-year-old Joshi's mental age is 18. What is his IQ? Option A, 130, option B, 120, option C, 110, option D, 100. Correct option B, 120. Correct option B, 120. Next, select terms associated with Jerome S. Brunner. Option A, pre-conventional, option A, pre-conventional, conventional, post-conventional, option B, activation, maintenance, direction, option C, assimilation, accommodation, adaptation, option D, preparation, incubation, illumination. Correct option B ആണ് activation, maintenance, direction. Next, Rani is a 7-year-old girl studying in 2nd standard. According to Erickson's theory, which is Rani's stage of development? Options: initiative versus guilt, option B, identity versus role confusion, option C, autonomy versus shame, option D, industry versus inferiority. Correct option D ആണ്, industry versus inferiority ആണ്. Next, in stage models of memory information moves from option A, sensory to short-term to long-term memory, option B, sensory to long-term to working memory, option C, short-term to long-term to explicit memory, option D, sensory to eidetic to iconic memory. Correct option A, sensory to short-term to long-term memory. Next, Keshav is above average in his intelligence. His grade in reading, spelling, science and social science are very low. His score in mathematics is high. Keshav has most likely to have option A, dyslexia, option B, dysgraphia, option C, dyscalculia, option D, dysphasia. Correct option A, dyslexia. Next, what is the most important element of teaching? Option A, teacher-students relationship, option B, content knowledge, option C, teaching aids and its use, option D, teaching instrument and its demonstration. Correct option A, teacher-student relationship ആണ്. Option A, teacher-student relationship. Next, who was the chairman of NEP 2020 drafting committee? Option A, Professor Yashpal Sharma, option B, Professor G. Rajagopal, option C, Dr. Khader, option D, Dr. Kasturi Rangan. Correct option D, Dr. K. Kasturi Rangan ആണ്.
Next, Vinu learned to conform to group standards. Which area of Vinu's development does this statement indicate? Option A, emotional development. Option B, social development. Option C, physical development. Option D, moral development. Option B, social development ആണ്. Next, select the suitable name of this curve. Option A, convex curve. Option B, concave curve. Option C, positively accelerated curve. Option D, plateau. Correct option, option B, concave curve. Option B, concave curve. Next, select the most suitable statement related to teaching profession. It is option A, very hard and boring. Option B, not challenging. Option C, to get good salary and reputation. Option D, an ideal and noble profession. Correct option, option D, an ideal and noble profession. Next, ability grouping is technique designed for option A, mentally challenged. Option B, intellectually gifted. Option C, socially disadvantaged. Option D, culturally deprived. Correct option, option B, intellectually gifted ആണ്. Option B, intellectually gifted. Next, in the area of intelligence, WAIS stands for Wernicke Aphasic Intelligence Scale, Wechsler Adult Intelligence Scale. Option C, Wechsler Aptitude and Intelligence Scale. Option D, Wernicke Approximate Intelligence Scale. Correct option, option B, Wechsler. Option B, Wechsler Adult Intelligence Scale ആണ്. Option B, Wechsler Adult Intelligence Scale. Next, the prime focus of NCF is option A, child-centric learning and learning without burden. Option B, child-centric learning and learning through play. Option C, child-centric learning and learning with collaboration. Option D, child-centric learning and learning with goal orientation. Correct option, option A, child-centric learning and learning without burden. Option A, child-centric learning and learning without burden. Next, changing level of support for learning is called option A, compensating. Option B, tutoring. Option C, scaffolding. Option D, instructing. Correct option, option C, scaffolding. Option C, scaffolding. Which is not correct in principles of development? Development is from top to bottom. Development is from bottom to top. Option C, development is from near to far. Option D, development is spiral, not linear. Correct option, option B, development is from bottom to top ആണ്. Not correct എന്നുള്ളത്. Next, select the correct expansion of RCI Act passed by Indian Parliament. Option A, Rehabilitation Commission of India. Option B, Rehabilitation Center for Individuals. Option C, Rehabilitation Council for Intellectuals. Option D, Rehabilitation Council of India. Correct option, option D, Rehabilitation Council of India.